ഡോക്ടർ, നിങ്ങളൊരു ആന്റി മുസ്ലിം ആണോ? അല്ല, ഞാനൊരു വിശ്വാസിയാണ്. വിശ്വാസിയാണ്. അതെ. ആയിഷ കുടത്തിൽ നിന്നും ഭൂതത്തെ തുറന്നു വിട്ടു, മുസ്ലിം സ്ത്രീകളൊക്കെ തെരുവിൽ എന്നതാണ് അതിന്റെ ഒരു ഹെഡ്ലൈൻ. ആ ഹെഡ്ലൈൻ കൊടുത്ത ആളുടെ ഉദ്ദേശ ശുദ്ധി അല്ലെങ്കിൽ എന്താണ് അയാളുടെ ഉദ്ദേശം എന്നുള്ളത് നമുക്ക് ആ ഹെഡ്ലൈൻ കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയും. അപ്പോ ഞാൻ അനുഭവിച്ച ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് എനിക്ക് കിട്ടേണ്ട റിലീഫിനെ കുറിച്ചും സംസാരിച്ചതിന്റെ പേരിൽ, അതല്ലെങ്കിൽ ഞാൻ അനുഭവിച്ച ഒരു അനീതിനെ കുറിച്ചിട്ട് ഞാൻ ശബ്ദമുയർത്തിയതിന്റെ പേരിൽ നിങ്ങൾ എന്നെ ഇസ്ലാം അല്ലാതാക്കല്ലേ, നിങ്ങൾ എന്നെ മുസ്ലിം അല്ലാതാക്കല്ലേ, എല്ലാവരും കൂടെ എങ്ങനെ ഇട്ടിട്ട് എന്നെ കോർണർ ചെയ്ത് ടോർച്ചർ ചെയ്യല്ലേ? ഞാനിപ്പം സോഷ്യൽ മീഡിയയിൽ തന്നെ ഞാൻ കണ്ട ഒരു കാര്യമാണ് ആരിഫ് ഹുസൈൻ ഡോക്ടറായിട്ട് ബന്ധപ്പെട്ടു എന്ന്. ആരിഫ് ഹുസൈൻ എന്ന് പറഞ്ഞാൽ ഡോക്ടർക്ക് അറിയാമായിരിക്കും, എക്സ് മുസ്ലിമാണ്. അത് പലപ്പോഴും അദ്ദേഹം അത് സത്യമാണ്, അദ്ദേഹം ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് ഡോക്ടർ ഒരു വിശ്വാസിയാണ്, അതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണോ അയാൾ പിന്മാറിയത്? സത്യത്തിൽ ഇദ്ദേഹം അങ്ങനെ ആണെന്ന് എനിക്ക് അപ്പം അറിയില്ലായിരുന്നു. എൻ്റെ അടുത്തേക്ക് വരുന്ന പല പല കോണ്ടാക്ട്സുകളും അതിലൊന്നും ഞാൻ എന്താക്കിയില്ല. ഇപ്പൊ നോക്കുന്ന ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ചോദിക്കുന്നുണ്ട് ഇതിനകത്ത് എന്താ ശരിയായ വഴി എന്ന് പറഞ്ഞിട്ട്. എനിക്ക് തോന്നിയിട്ടില്ല ഒരു മതത്തിലുള്ള ആരെങ്കിലും അങ്ങനത്തെ ഒരു, ഞാനിപ്പോ നമ്മുടെ ഷിഹാബ് തങ്ങളുടെ ഫാമിലി ഉണ്ടല്ലോ മുനവറിൽ, അദ്ദേഹത്തിന് തങ്ങളെയൊക്കെ ഞാൻ കാണാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് അങ്ങനത്തെ ഒരു കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമസ്കാരം. കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി സമൂഹ മാധ്യമങ്ങളിൽ ഒരു വലിയ ചർച്ച നടക്കുന്നുണ്ട്. ആ ചർച്ച മുസ്ലിം മതവിഭാഗത്തിനിടയിൽ നടക്കുന്ന ബഹുഭാരിത്വവുമായി ബന്ധപ്പെട്ടാണ്, ശരീഅത്ത് നിയമവുമായി ബന്ധപ്പെട്ടാണ്. എന്തായാലും ഇപ്പോൾ അത്തരത്തിലൊരു ചർച്ച ഉയർന്നു വരാൻ കാരണമായത് തൃശൂർ ജില്ലയിലെ ചാവക്കാട് എടക്കഴിയൂർ സ്വദേശിയായിട്ടുള്ള ഡോക്ടർ ഐഷ മുഹമ്മദ് അവരിപ്പോൾ ഒരു സമരമുഖത്താണ്. ആ സമരമുഖവുമായി ബന്ധപ്പെട്ടാണ്. അതുപോലെ തന്നെ അവർ ഉന്നയിച്ച ചില പരാതികളുമായി ബന്ധപ്പെട്ടാണ്. എന്തായാലും ഐഷ മുഹമ്മദ് ഇന്ന് എൻ്റെ കൂടെയുണ്ട്. എന്താണ് അവരുടെ പ്രശ്നങ്ങൾ? യഥാർത്ഥത്തിൽ ഉയർന്നു വരുന്ന ചില ആക്ഷേപങ്ങളുണ്ട്, പ്രത്യേകിച്ച് ശരീഅത്ത് നിയമത്തിനെതിരെയൊക്കെ. അതിലെന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഡോക്ടർ, നിങ്ങളൊരു ആന്റി മുസ്ലിം ആണോ? അല്ല, ഞാനൊരു വിശ്വാസിയാണ്. അതെ. ഡോക്ടർ ഇപ്പോൾ ഒരു സമരമുഖത്താണ്. ആ സമരവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ തന്നെ FB-യിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഡോക്ടറുടെ പ്രശ്നം ആളുകൾക്ക് അറിയാവുന്നതാണെങ്കിൽ ഡോക്ടർ തന്നെ അത് ഒരിക്കൽ കൂടെ ഒന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും. എന്റെ പ്രശ്നം എന്റെ ഭർത്താവിന്റെ 2ാം വിവാഹവും അത് സംബന്ധിച്ച് അദ്ദേഹം എന്റെ ബന്ധവും അതുപോലെ എന്നിൽ നിന്ന് എടുത്തിട്ടുള്ള സ്വത്തുവകകൾ തിരിച്ചു തരാത്തതിനെ കുറിച്ച് ചൊല്ലിയിട്ടായിരുന്നു. അതോടൊപ്പം നമുക്കൊരു പെൺകുട്ടിയുണ്ട്. അവരുടെ മകളുടെ കാര്യങ്ങളൊന്നും വേണ്ട രീതിയിൽ ചെയ്തിട്ടില്ല. ഇതൊക്കെയായിരുന്നു എൻ്റെ സമരത്തിന് വേണ്ടിയിട്ടുള്ള എൻ്റെ ആവശ്യം. ആ ആവശ്യത്തിന് വേണ്ടി ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ പോകുകയും അവരെന്നെ വേണ്ട രീതിക്ക് കൺസിഡർ ചെയ്തില്ല എന്ന് മാത്രമല്ല, അതിനപ്പുറത്തേക്കായി അവരെന്നെ പുറത്താക്കുകയും കൂടെ ചെയ്ത സാഹചര്യത്തിൽ ഞാൻ കോർട്ട് ഓർഡർ, നമ്മുടെ ചാവക്കാട് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും ഒരു കോർട്ട് ഓർഡർ എടുക്കുകയും ആ ഓർഡറുമായിട്ട് റെസിഡൻസ് ഓർഡർ ആയിരുന്നു, അതെടുത്ത് വന്ന് ഇവിടെ കയറാൻ ശ്രമിച്ചപ്പോൾ ഇവർ വീട് പൂട്ടി പോകുന്നതിന്റെ പിന്നാലെയാണ് ഞാൻ ഈ സമരം തുടങ്ങുന്നത്. ആ കേസ് ഇപ്പോഴും കോടതിയുടെ പരിഗണനയിലാണ്. നാളെ കേസ് വെച്ചിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ ഇതിനകത്തൊരു തീരുമാനം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് 1-2 ഉദ്ദേശങ്ങളോട് കൂടെ 2 എയിംസ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു സമരം തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ കാര്യത്തിലൊരു തീരുമാനം, പിന്നെ അതേപോലെ തന്നെ ഇതിനെ ചൊല്ലിയിട്ട് ഇതിന്റെ കാര്യങ്ങൾ മുന്നിലോട്ട് നീക്കാനായിട്ട് ഞാനൊരു സമരത്തിന്റെ വഴി എനിക്ക് അവസാനം തിരഞ്ഞെടുക്കേണ്ടി വന്നു. കാരണം പല രീതിയിലും മീഡിയേഷൻ വഴി എല്ലാം നമ്മൾ ട്രൈ ചെയ്തിട്ടൊന്നും ഇതെവിടെ എത്താത്ത രീതിയിലാണ് ഇങ്ങനത്തെ ഒരു വഴി നമുക്ക് തിരഞ്ഞെടുക്കേണ്ടി വന്നത്. ഇതാണ് ഇതിന്റെ ആകെ തുക. അതല്ലാതെ പലതും ഞാൻ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ കൂടുതൽ വിഷയങ്ങളോട്ട് പോകണ്ട. ഡോക്ടർ വിവാഹം ഏത് സമയത്തായിരുന്നു? എൻ്റെ വിവാഹം 2013-ലാണ് നിക്കാഹ് കഴിയുന്നത്. അത് കഴിഞ്ഞിട്ട് 2015-ലാണ് റിസപ്ഷൻ നടക്കുന്നത്. ഞാൻ എൻ്റെ BDS പഠനം പൂർത്തീകരിച്ചതിന് ശേഷം. യഥാർത്ഥത്തിൽ ഡോക്ടർ ഞാൻ വ്യക്തിപരമായിട്ടുള്ള ചില വിഷയങ്ങളിലേക്ക് പോകുന്നു, കാരണം വലിയ ചർച്ചകൾ നടക്കുന്നത് കൊണ്ടാണ്. ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിൽ പറയണ്ട. ലവ് മാരേജ് ആയിരുന്നു ഡോക്ടർ? അതൊരു പ്രണയ വിവാഹമായിരുന്നു. പക്ഷെ ഞങ്ങൾ ഒളിച്ചോടി കല്യാണം കഴിച്ചതല്ല. പ്രോപ്പറായിട്ട് ഇവിടെ എടക്കഴിയൂർ മഹലാണ് നമ്മുടെ കല്യാണം നടത്തിയിരിക്കുന്നത്. 2 ഫംഗ്ഷൻസ് ആയിട്ട് പ്രോപ്പറായിട്ടാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. വിവാഹ സമയത്ത് ഉപ്പ 100 പവൻ സ്വർണം തന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. ഞാൻ ഒളിച്ചോടിയതല്ല. അതായത് ഞാൻ ലിവിങ് ടുഗദറിലായിരുന്നില്ല.
ഞാനൊരു ലിബറൽ അല്ല. ഐ ഡോണ്ട് ഈവൻ നോ വാട്ട് എ ലിബറൽ ഇസ്. എനിക്ക് അതിനെ കുറിച്ചിട്ട് എന്താണ് ഈ ലിബറൽ എന്ന് ഉള്ളത് പോലും കൃത്യമായിട്ട് എനിക്കറിയില്ല. ഡോക്ടർ പുരോഗമനവാദിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ചില വിഷയങ്ങളാണ്, ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ കാണുമ്പോൾ ആളുകൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട്. കാരണം ഇതിൽ മതമൊക്കെ കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്വാഭാവികമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഒരു വിഷയം ചർച്ചയാകണമെങ്കിൽ, വിവാദമാകണമെങ്കിൽ അതിൽ മതം എന്ന് പറയുന്ന ഒരു മേമ്പൊടി കലർത്താറുണ്ട്. ഞാൻ എന്തായാലും ഡോക്ടർ പുരോഗമനവാദിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ചില ഇടപെടലുകളൊക്കെ നടത്തുന്നത് എന്നൊക്കെ പറയുന്നു. യഥാർത്ഥത്തിൽ 2013 വിവാഹം കഴിഞ്ഞത്. അതെ, ഞാൻ പുരോഗമനവാദി. ആദ്യം അതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഞാൻ പഠിച്ചിട്ടുണ്ട്, അതനുസരിച്ചിട്ടൊരു ജോലി ഞാൻ ചെയ്യുന്നുണ്ട്. ആ ജോലി ഞാൻ ചെയ്യുന്നത് ഒരു മുസ്ലിം രാജ്യത്താണ്. ഞാൻ അവിടെ എന്താണ് ഇസ്ലാം എന്നുള്ളത് അധികം നേരെ കാണുന്ന, വിറ്റ്നസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പം ഞാനൊരു പെണ്ണായ നിലക്ക് പെണ്ണിനെ എങ്ങനെ ബഹുമാനിക്കുന്നു, പെണ്ണിന്റെ റൈറ്റ്സ് എന്താണ് എന്നുള്ളതൊക്കെയും ഞാനവിടെ കണ്ടിട്ട് ഡേ ടു ഡേ ബേസിസിൽ കണ്ടും ഇടപഴകിയും ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്കറിയാം അതിനകത്ത് ഇസ്ലാം ഹോൾഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്ന വാല്യൂസ് എന്താന്നുള്ളതൊക്കെ അറിഞ്ഞിരിക്കെ എന്താണ് പുരോഗമനവാദത്തിന്റെ ഒരു പ്രസക്തി ഇവിടെ എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഈ വക കാര്യങ്ങൾക്കൊന്നും എതിരല്ല. ഞാൻ അനുഭവിച്ച ഒരു അനീതിനെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിച്ചത്. അതിനകത്ത് ഇസ്ലാമിനെ വലിച്ചഴക്കുന്നതിനേക്കാളും ഇവിടെ ഫോളോ ചെയ്യുന്ന കുറച്ച് രീതികളെ കുറിച്ച് വിമർശിക്കുന്നതല്ലേ നല്ലത്. നിങ്ങൾ തന്നെ വെറുതെ ഒരു ഇസ്ലാമിക വിരുദ്ധയായിട്ടൊന്നും പ്രഖ്യാപിക്കാതെ. ഞാൻ എന്തായാലും ഡോക്ടറെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല. സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ ഡോക്ടറും കാണുന്നുണ്ടാകും എന്നാണ്. ഞാൻ ഇന്നലെ മിനിയാന്നാണ് സത്യത്തിൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഒരു കാര്യത്തിൽ തിരക്കുകളിലാണല്ലോ. ഇന്നലെ വൈകുന്നേരവും മിനിയാന്ന് വൈകുന്നേരമാണ് സോഷ്യൽ മീഡിയയിലത്തെ ഈ ബഹളങ്ങളൊക്കെ ഒരു പരിധി വിട്ടിട്ട് ഞാൻ അറിഞ്ഞത്. ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. ചില ആളുകൾ ഇപ്പൊ ഡോക്ടർ നയിക്കുന്ന ഈ ഒരു സമരം, ഡോക്ടർ ഉന്നയിക്കുന്ന വിഷയം, സർ ഞാൻ നയിക്കുന്ന സമരമല്ല, ഞാനൊരു സമരത്തിലാണ്. അത് ഞാൻ വ്യക്തിപരമായി ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ ഒന്നിനെയും ഇപ്പം നയിക്കുന്നില്ല. ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, ഇതുപോലെ ചില സാഹചര്യങ്ങളിലുള്ള പെൺകുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ നിങ്ങളൊരു മൂവ്മെന്റ് ആക്കിയിട്ടൊന്നും ഇപ്പം മാറ്റല്ലേ സർ? ഇല്ല, ഞാൻ പറയുന്നതല്ല. ഞാൻ ആ നടക്കുന്ന ചർച്ചയുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത്. ഇപ്പം ഒരു യൂട്യൂബ് ചാനലിലെ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിലെ ഞാനൊരു വീഡിയോയുടെ ഹെഡ്ലൈൻ കണ്ടു. അതിന്റെ ഹെഡ്ലൈൻ ഇങ്ങനെയാണ്: ആയിഷ കുടത്തിൽ നിന്നും ഭൂതത്തെ തുറന്നു വിട്ടു, മുസ്ലിം സ്ത്രീകളൊക്കെ തെരുവിൽ എന്നതാണ് അതിന്റെ ഒരു ഹെഡ്ലൈൻ. ആ ഹെഡ്ലൈൻ കൊടുത്ത ആളുടെ ഉദ്ദേശ ശുദ്ധി അല്ലെങ്കിൽ എന്താണ് അയാളുടെ ഉദ്ദേശം എന്നുള്ളത് നമുക്ക് ആ ഹെഡ്ലൈൻ കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയും. അത്തരത്തിലൊരു വലിയ ചർച്ച പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ വിഷയത്തെക്കുറിച്ച് പറഞ്ഞത്. എന്തായാലും നമുക്ക് ആ ചർച്ചയിലേക്ക് നമുക്ക് അധികം പോകണ്ട. അത് ചെയ്യുന്നവരത് ചെയ്യട്ടെ. അത് സർ കഷ്ടമുണ്ട്. കാരണം നമ്മളൊരു ഞാൻ അതിനകത്ത് എന്റെ വിഷമങ്ങൾ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞതാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ആവശ്യത്തിലേക്ക് വന്നത്. അതിനെ നിങ്ങളൊക്കെ വേറെ തരത്തിൽ സമൂഹം അതിനെ വേറെ തരത്തിൽ വളച്ചൊടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ എന്റെ നേരെ വിരൽ ചൂണ്ടുന്നതിന് ഒരു പരിധി വരെയല്ലേ ഞാൻ റെസ്പോൺസിബിൾ ആയി നിൽക്കാൻ പറ്റുള്ളൂ. അതല്ലാതെ എന്നെ ഇങ്ങനെ ഇട്ടിട്ട് വ്യക്തിഹത്യ ചെയ്യുകയും മോർ ദാൻ ദാറ്റ് ഐ വുഡ് സേ ദാറ്റ് പീപ്പിൾ ആർ സ്ലട്ട് ഷെയ്മിങ് മീ. സി, ഞാനൊരു പെൺകുട്ടീനൊക്കെ ആയിട്ട് ജീവിക്കുന്ന അത്യാവശ്യം ഞാനൊരു സമൂഹത്തിൽ അന്തസ്സോടെ ജീവിക്കുന്ന ഒരു പെണ്ണാണ്. എന്റെ സഹോദരങ്ങൾക്കൊപ്പം ഞാനൊരു വിദേശ നാട്ടിൽ ഇസ്ലാമിക രാജ്യത്തിൽ നല്ലതുപോലെ ജോലി ചെയ്ത് ഒരു കൊച്ചിനെ വളർത്തി അവളെ നല്ലതുപോലെ വളർത്തി കൊണ്ടുവരുന്ന ഒരു ഉമ്മയാണ്. അപ്പോ ഞാൻ അനുഭവിച്ച ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് എനിക്ക് കിട്ടേണ്ട റിലീഫിനെ കുറിച്ചും സംസാരിച്ചതിന്റെ പേരിൽ, അതല്ലെങ്കിൽ ഞാൻ അനുഭവിച്ച ഒരു അനീതിനെ കുറിച്ചിട്ട് ഞാൻ ശബ്ദമുയർത്തിയതിന്റെ പേരിൽ നിങ്ങൾ എന്നെ ഇസ്ലാം അല്ലാതാക്കല്ലേ, നിങ്ങൾ എന്നെ മുസ്ലിം അല്ലാതാക്കല്ലേ, എല്ലാവരും കൂടെ എങ്ങനെ ഇട്ടിട്ട് എന്നെ കോർണർ ചെയ്ത് ടോർച്ചർ ചെയ്യല്ലേ. അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ പറയുന്ന ആ ഒരു ഇഷ്യൂ നോക്കൂ, ഒരു ബന്ധം നിലനിൽക്കെ ഒരു വ്യക്തി എന്ന നിലക്ക് അദ്ദേഹം ചെയ്യേണ്ട കടമകളൊന്നും ചെയ്യാതെ എന്റെ സ്വത്തുവകകളും ഒന്നും തിരികെ തരാതെ കല്യാണം കഴിച്ച അദ്ദേഹത്തിനെ കുറിച്ചിട്ട് അല്ല നിങ്ങൾ ഇതിൽ ചർച്ച വരേണ്ടത്. അല്ലാതെ ഇപ്പൊ ഞാനൊരു പെണ്ണ്, ഞാനൊരു ശബ്ദം ഉയർത്തി എന്ന് പറഞ്ഞതിന്റെ പേരിൽ എന്നെ നിങ്ങൾ അടിച്ചമർത്താണോ വേണ്ടത്? ഒരിക്കലും നമുക്ക് ആ വിഷയത്തിലേക്ക് പോകും. ഞാനിപ്പോ നടക്കുന്ന ചർച്ചകളെ കുറിച്ചൊന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഞാനും കണ്ടിരുന്നു സാർ, കുറച്ചൊക്കെ കണ്ടിരുന്നു. പിന്നെ കുറച്ചൊക്കെ ഈ പറഞ്ഞതുപോലെ ബ്രദേഴ്സ് ഒക്കെ അയച്ചിട്ടും കസിൻസ് ഒക്കെ അയച്ചിട്ടും കുറച്ച് കൂട്ടുകാരെ അയച്ചിട്ടൊക്കെ ഞാൻ കണ്ടിരുന്നു. അതെ, 2013 വിവാഹം കഴിഞ്ഞു. 2015 റിസപ്ഷനും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. 2013 നിക്കാഹ്. അതെ,
പിന്നെ ഈ ബന്ധം സുഖകരമല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നത് എപ്പോഴാണ്? വേർപിരിയുന്നത്, അല്ല വേർപിരിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എപ്പോഴാണ്? പ്രശ്നങ്ങൾ ആ ബന്ധത്തില് കുറച്ച് തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ മകൾ വന്നു, മകൾക്ക് വേണ്ടി നമ്മൾ പ്രയോറിറ്റികൾ മാറുമല്ലോ നമ്മള് ജീവിതത്തില്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും പഠിത്തത്തില്, അദ്ദേഹം ആദ്യം PG എടുത്തിരുന്നു, അദ്ദേഹത്തിന്റെ പഠിത്തത്തിൽ തിരക്കുകളിലായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ പഠിത്തത്തിൽ ഞാൻ തിരക്കുകളിലായിരുന്നു. പ്രശ്നങ്ങൾ അതിനിടയിലൊക്കെ ഉണ്ടായിരുന്നു. ഒരു സമയത്തിൽ അതൊരു രൂക്ഷമായിട്ടുള്ള സാഹചര്യത്തില് നമുക്കതിനകത്തുനിന്ന് ഇറങ്ങി വരേണ്ടി വന്നു. ഞാനതൊരു വേറെ ആർക്കോ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ ഓവർ ആൻഡ് ഓവർ ഇതന്നെ പറഞ്ഞിരുന്നിട്ട് നമ്മളെന്താ പറയുക, നമ്മുടെ പേഴ്സണൽ ഒരു ഇഷ്യൂ ഇങ്ങനെ പുറത്തു കൊണ്ടുവന്നതിൽ, പേഴ്സണൽ ലൈഫ് ആൾക്കാർ ചർച്ചാ വിഷയമാക്കി വെക്കുന്നതിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ സത്യമല്ലാത്ത കാര്യങ്ങൾ, സത്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞിരിക്കാൻ ഞാൻ ഇതിനെ പേടിക്കുന്നുമില്ല. അതിനകത്തൊരു അബ്യൂസീവ് റിലേഷൻഷിപ്പ് കുറെ നമ്മൾ സഹിച്ചു, മുന്നോട്ട് പോകുന്നു കരുതി, അത് പറ്റിയില്ല. അതിനകത്ത് നിന്നും നമ്മൾ കഷ്ടപ്പെട്ട് പുറത്തു വന്നു. പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന മാതിരി ഒരു പെണ്ണിന് ഇങ്ങനത്തെ ബന്ധങ്ങളിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്ന സമൂഹമൊന്നുമല്ല ഇത്. അപ്പോ കുറച്ച് ബുദ്ധിമുട്ടിയിട്ട് ഞാൻ മുന്നോട്ടേക്ക് പോയി. അതിനൊക്കെ നമ്മളുടെ ഓരോരോ സർവൈവൽ സ്റ്റോറീസിനെയും ഇന്ന് ഇവർ പറയുന്നത് അവൾ ലിബറൽ, അന്ന് അങ്ങനെ വിചാരിച്ചു. പിന്നെ ഭർത്താവിന്റെ ഒപ്പം ജീവിച്ച സമയത്ത് എന്തായിരുന്നു, സ്വാതന്ത്ര്യം പോരാതെ അതിനകത്ത് നിന്നും പുറത്തിറങ്ങി ഞാൻ അഴിഞ്ഞാടി നടക്കാം. സി ഹൗ ക്യാൻ പീപ്പിൾ ടോക്ക് ലൈക്ക് ദാറ്റ്? കാരണം നിങ്ങൾക്ക് അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കുടുംബങ്ങളോട് ചോദിക്കൂ, എൻ്റെ സിബ്ലിങ്സിനോട് ചോദിക്കൂ, അതല്ലെങ്കിൽ എൻ്റെ കസിൻസിനോട് ചോദിക്കൂ, എൻ്റെ കുടുംബത്തിൽ ചോദിക്കൂ, ഇവൾ അഴിഞ്ഞാടി നടക്കുമായിരുന്നു എന്നുള്ളത്. വളരെ വിഷമമുണ്ട്. കാരണം ഞാനവിടെ ഭംഗിയായിട്ട് ജോലിയെടുത്ത് ജീവിച്ച് കൊച്ചിനെ വളർത്തി കരിയറൊക്കെ ആവും പോലെ നോക്കി വരുന്ന ഒരു വ്യക്തിയാണ്. എല്ലാ 6 മാസത്തിലും ഞാനിവിടെ നാട്ടിൽ കേസ് നടത്താനായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് കഴിഞ്ഞ 4-4.5 വർഷക്കാലമായിട്ട്. അപ്പോ ലോസ് ഓഫ് പെയിൽ, അതായത് കുറെ കാലം നിങ്ങൾ വിചാരിക്കുന്ന മാതിരി ഉള്ള ജീവിതമല്ല. നിങ്ങളുടെ വിംസ് ആൻഡ് ഫാൻസീസ്, യു ആർ സേയിങ് വാട്ട് എവർ യു വാണ്ടഡ്. അതിനെ, എന്റെ ലൈഫിനെ വെച്ചിട്ട് നിങ്ങൾ അസത്യങ്ങൾ പ്രചരിപ്പിക്കല്ലേ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ജീവിക്കാനുള്ള എനിക്ക് തിരികെ പോകാനുണ്ട്, എനിക്കൊരു മകളുണ്ട്, അവൾക്ക് വേണ്ടി ജീവിക്കണം. അപ്പൊ ഇതൊക്കെ ആക്കുന്ന സമയത്ത് നിങ്ങളുടെ കുറച്ചു നേരത്തെ സമയം പോക്കാനായിട്ട് എന്നെ കുറിച്ച് അസഭ്യങ്ങൾ പറഞ്ഞിങ്ങനെ പരത്തല്ലേ, അസത്യങ്ങൾ പറഞ്ഞ് പരത്തല്ലേ, സ്ലക്ഷയം ചെയ്യല്ലേ, വ്യക്തിഹത്യ ചെയ്യല്ലേ. സത്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് സംസാരിക്കും. ഇപ്പം ഡോക്ടർ ആയിഷ ഇപ്പം എന്തൊക്കെ കാര്യങ്ങളാണ്, അതായത് ഈ ഒരു സമരവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പരാതിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി ലഭിക്കേണ്ടത്? ഏത് മേഖലയിലാണ് പരിഗണിക്കേണ്ടത്? ഇതിനകത്ത് ഇനി ഒന്നുമില്ല സാർ. അദ്ദേഹം വേറെ കല്യാണം കഴിച്ച് മുന്നോട്ട് നീങ്ങിയിട്ടുണ്ട്. അതിനകത്ത് എൻ്റെ അടുത്തുനിന്ന് എടുത്തുള്ള സ്വർണ്ണമുണ്ട്, 100 പവൻ സ്വർണ്ണമുണ്ട്. ഇനി സത്യം പറയട്ടെ, അത് 100 പവനല്ല. അതിനുശേഷവും എൻ്റെ മകൾക്കും നമ്മുടെ കയ്യിലുള്ള സ്വർണ്ണമൊക്കെ അദ്ദേഹത്തിന്റെ പഠിത്തത്തിലോട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്ത് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ 100 പവൻ കൊടുത്തിട്ടില്ല എന്നുള്ളതൊക്കെ. എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്ന ഈ വ്യക്തി അദ്ദേഹത്തിന്റെ PG പഠനത്തിന് വേണ്ടിയിട്ടാണ് അത് മൊത്തം യൂസ് ആക്കിയിട്ടുള്ളത്. ആ കാലത്തില് അതിന്റെ ഫീസ് എന്താന്നുള്ളതൊക്കെ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പൊ ആ സ്വർണം തിരികെ കിട്ടുക, നമ്മുടെ വീട്ടിൽ നിന്നും പല തവണകളിലായി കൈപ്പറ്റിയിട്ടുള്ള കാശ് തിരികെ തരാ, എന്റെ മകളുടെ കാര്യത്തിൽ തീരുമാനം വരുത്താം. ഞാനത് ഓവർ ആൻഡ് ഓവർ പറയുന്നത് ദീസ് ആർ മൈ കണ്ടീഷൻസ്. ഇതല്ലാതെ എനിക്കിതിനകത്ത് വിപ്ലവം സൃഷ്ടിക്കാനൊന്നും ആഗ്രഹമില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇപ്പൊ നടക്കുന്ന ചർച്ചകൾ പോലെ അതായിരിക്കും കുറച്ചുകൂടെ. പിന്നെ ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതൊക്കെ നമ്മുടെ അനിയത്തി കുട്ടികളൊക്കെ അല്ലേ. അപ്പൊ അതിനൊക്കെ അപ്പുറത്തേക്ക് അതെനിക്ക് അറിയില്ല. പിന്നെ സത്യത്തിൽ അതിനെ കുറിച്ചൊന്നും ഭയങ്കരമായിട്ട് സംസാരിക്കാനുള്ള ഒരു ജീവിത സാഹചര്യത്തിലോ ഒരു മാനസികാവസ്ഥയിലോ ഒന്നുമല്ല ഞാനിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ നിങ്ങളിതൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ ഇപ്പുറത്തേക്കൊന്നും എൻ്റെ അടുത്ത് ആൻസേഴ്സ് ഇല്ല സാർ. ഈ ഒരു സമുദായത്തെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ മൊത്തത്തിൽ ബാധിക്കുന്നു എന്നുള്ളൊരു അഭിപ്രായമുണ്ടോ? അതായത് അങ്ങനെയും അത് ശരിക്കും ചർച്ചകൾ ഇങ്ങനെയല്ല പോകേണ്ടത്. നമ്മൾ കറക്ഷൻസ് വരുത്താൻ ഇത്ര പേടിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ അടുത്ത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ ഞാൻ നോക്കി കണ്ടിടത്തോളം ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം
നിക്കാഹിന്റെ സമയത്ത് അപ്പുറത്തെ മഹല് സമ്മതപത്രമില്ലാണ്ട് നിക്കാഹ് നടത്തി കൊടുത്തു. അതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതിനകത്ത് വിക്ടിംസ് ആയിട്ടുള്ള 2 വ്യക്തികളാണ് ഞാനും എൻ്റെ മകളും. സോ ഐ ഫീൽ ദാറ്റ് ഐ ഹാവ് ഗോട്ട് ഓൾ ദ റൈറ്റ്സ് ടു ടോക്ക് അബൌട്ട് ഇറ്റ്. അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാനുള്ള എല്ലാ അർഹതയുള്ള ഒരു പെണ്ണാണ് ഞാൻ, മകളാണ് എൻ്റെ മോള്. അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞത് അതിനകത്തൊരു ഗൈഡ് ലൈൻസ് വേണം, അതിനകത്ത് ഒരു അച്ചടക്കം വരണം എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞേ. അതിനകത്ത് മതത്തിനെ വലിച്ചെടുക്കൽ അതൊരു കറക്ഷൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ആണെന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്നും മനസ്സിലാക്കിയതിനെ ഞാനൊന്ന് ഉയർത്തിപ്പിടിച്ചു. അതല്ലേ സാർ ഞാൻ ചെയ്തുള്ളൂ. അതിനകത്ത് തെറ്റുകളുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യുക. എല്ലാ തെറ്റുകളും കറക്റ്റ് ചെയ്തിട്ടൊക്കെ തന്നെയല്ലേ നമ്മൾ മനുഷ്യന്മാർ ഇത്രയും വലുതായതും എല്ലാം ഇങ്ങനെ ഈ ലെവലിലോട്ടായതും. നമ്മൾ കുട്ടികൾ പഠിക്കുന്നതും അങ്ങനെ തന്നെയല്ലേ. ആദ്യം അവർ തെറ്റായിട്ട് എഴുതി പഠിക്കുന്നു, പിന്നെ നമ്മൾ കറക്റ്റ് ചെയ്യുന്നു. അതേപോലെ എൻ്റെ ലൈഫ് വെച്ച് ഞാൻ ഒരു കാര്യം പറഞ്ഞു, അതിനകത്ത് ഒരു തെറ്റുണ്ടെന്ന് തോന്നി, അത് ഞാൻ ചൂണ്ടിക്കാണിച്ചു. അത് ഞാനിപ്പോൾ അതിൽ ഉറച്ചു നിൽക്കുന്നു. അതിനപ്പുറത്തേക്കൊന്നും സാറിന്റെ ചോദ്യം അനുസരിച്ചിട്ട് ഇസ്ലാമിനെ ഞാൻ എതിർത്ത് നിൽക്കുന്നുണ്ടോന്നാണോ? അങ്ങനെയാണ് ചർച്ചകൾ നടക്കുന്നത്. ഞാൻ അങ്ങനെ എതിർത്ത് നിൽക്കുന്നില്ല. കാരണം എനിക്കറിയാം ഇസ്ലാം എങ്ങനെയാണ് ഒരു സ്ത്രീയെ ബഹുമാനിക്കുന്നതെന്ന്. ഞാനത് കണ്ടിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ വക കാര്യങ്ങളിൽ ഞാൻ താമസിക്കുന്ന നാടുകളിലൊക്കെ എന്താ നടക്കുന്നതെന്നും അവിടെ പെണ്ണുങ്ങളെ എങ്ങനെയാണ് ഈ വക കാര്യങ്ങളിൽ ഇപ്പൊ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന പെണ്ണാണെന്നുണ്ടെങ്കിൽ അവിടെ കേൾക്കാനും അതിനു വേണ്ടിയിട്ടുള്ള നീതിയുക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും അവിടെ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ അങ്ങനെയാണ്. ആദ്യം കേൾക്കുന്നു, അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുന്നു, വേണ്ട രീതിക്കുള്ള റിലീഫുകളിൽ എത്തിയെന്ന് ഉറപ്പിച്ചിട്ട് ജീവിതം മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കുന്നു. ആ സഹായമാണ് സാർ ഞാൻ ചോദിക്കുന്നത്. ഇവിടെ അത്തരത്തിലൊരു ചർച്ച ചില ആളുകൾ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചില വാർത്തകളുടെ ഹെഡ്ലൈനുകളെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അവർക്ക് കൃത്യമായിട്ടുള്ള അജണ്ടകളുണ്ട്. ഒരു വിഷയം അവർ കൈകാര്യം ചെയ്യുന്നത് അത് അത്തരത്തിലുള്ള ചില പ്രത്യേക താല്പര്യങ്ങളുടെ പുറത്താണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഞാൻ ഡോക്ടറുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് അത്തരത്തിലൊരു ധാരണ ഇല്ല. കാരണം ഡോക്ടർ വിഷയമാണ് ഉന്നയിച്ചത്. അതുപോലെ ഈ ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ സമുദായത്തിൽ അതുപോലെ അനുഭവിക്കുന്ന ഇരകളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി സംസാരിച്ചു എന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം അത്തരത്തിലുള്ള വിഷയങ്ങളുണ്ട്. പക്ഷെ അതൊരു ഇസ്ലാമിൻ്റെയോ അല്ലെങ്കിൽ ശരീഅത്ത് നിയമത്തിൻ്റെയോ കുഴപ്പമായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷെ ഇന്ന് അത്തരത്തിലൊരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഞാനത് ആ കാര്യത്തിലൊന്ന് വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് അക്കാര്യത്തെക്കുറിച്ച് എടുത്ത് ചോദിച്ചത്. ഞാൻ കുറച്ച് ഉസ്താദ്മാരുടെ ഒക്കെ ഇത് കണ്ടിട്ടുണ്ട്, വീഡിയോസ് കാണാറുണ്ട്. അപ്പൊ അവരും ശരിക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന ആ ഒരു ചിന്താഗതിയിൽ അല്ല. ഞാൻ കേട്ടിട്ടുള്ള പലതിനകത്തും പെണ്ണിനെ എങ്ങനെ ബഹുമാനിക്കുന്നു. ഇനിയിപ്പോ ഞാൻ ഫോളോ ചെയ്യുന്ന പേജസ് അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും. അവരും ഇതൊക്കെ തന്നെയല്ലേ സാർ പറയുന്നത്, പെണ്ണിനെ ബഹുമാനിക്കണം, അവളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നൊക്കെ. അതിനകത്തൊക്കെ ബഹുമാനങ്ങളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഞാൻ കുറഞ്ഞ പക്ഷം എനിക്ക് ഇങ്ങനെ ചിന്തിച്ചൂടെ, ഈ ഒരു പ്രോസസ്സിനകത്ത് ഒരു പെണ്ണെന്ന നിലയിൽ എന്നെ ബഹുമാനിച്ചിട്ടില്ല, എന്റെ പെൺകുട്ടീനെ, എന്റെ മകളെയും ബഹുമാനിച്ചിട്ടില്ല. നമ്മൾ ഇതിനകത്ത് വിക്ടിംസ് ആയി വന്നു. അതിനകത്ത് എനിക്ക് തരാവുന്ന റിലീഫുകൾ തരാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ നിൽക്കുകയല്ലേ ചെയ്യണ്ടേ? അതല്ലാതെ എന്നെ പിടിച്ച് ഒറ്റയ്ക്കാണോ ചെയ്യേണ്ടത്? അതറിയില്ല. ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ എല്ലാവരും സംസാരിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് വേണ്ടിയിട്ട്. ഇവിടെ ഉണ്ട്. ആദ്യം അത് അവരിലോട്ട് എത്തിയിട്ടുണ്ടായില്ല എന്ന് വിചാരിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ ഒരു ബന്ധം ഇങ്ങനെ ആവാനുണ്ടായ ഒരു കാരണം ഭർത്താവാണോ അതോ ഭർത്താവിന്റെ വീട്ടുകാരാണോ? ഒരു ബന്ധത്തിനകത്ത് ഒരാളെ ഏകപക്ഷീയമായിട്ട് അദ്ദേഹത്തിന് മാത്രം കുറ്റം പറയാൻ മാത്രം ഒരു വിഡിയല്ല ഞാൻ. ഇപ്പൊ ഒരു ബന്ധത്തിൽ രണ്ടുപേരും നിൽക്കുമ്പം അത് ആ ബന്ധം തകർന്ന അയാളെ കൊണ്ട് മാത്രമാണെന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല എന്ന് എനിക്ക് അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു അബ്യൂസീവ് ആയിട്ടുള്ള ആ ഒരു ബന്ധത്തിനകത്ത് ആ ഒരു അബ്യൂസ് ഉണ്ടായിരുന്നു. അതോടൊപ്പം വീട്ടുകാരുടെ താല്പര്യമില്ലായ്മ നമ്മുടെ ജീവിതത്തിൽ സ്ഥിരം പ്രശ്നമായിരുന്നു. തീർച്ചയായിട്ടും എൻ്റെ ഭാഗത്തും പ്രശ്നങ്ങളുണ്ടാകും സാർ. ഇതിപ്പോ ഒരാളെ മാത്രം ഏകപക്ഷീയമായിട്ട് അയാളുടെ കുറ്റം കൊണ്ട് മാത്രമാണ് ബന്ധം നശിച്ചു പോയെന്നൊക്കെ പറയാൻ പറ്റില്ല. നമ്മൾ പലപ്പോഴും അതിനെ റീകൺസിഡർ ചെയ്തിട്ടുള്ള ഒരു ടൈം നമ്മുടെ ലൈഫിനകത്ത് ഉണ്ടായിരുന്നു. 2024-25 കാലഘട്ടത്തില്. അതൊക്കെ സത്യങ്ങളാണ്. ഇപ്പം സാർ അതിനകത്ത് ചോദ്യത്തിന് ഉത്തരം അദ്ദേഹത്തിന്റെ മാത്രം പ്രശ്നമായിരുന്നു അല്ല, അദ്ദേഹത്തിന്റെ വീട്ടുകാർ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു. ഇപ്പം ഡോക്ടറെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഈ മാധ്യമ രംഗത്ത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടപെടുന്ന ആളുകളുമായി ബന്ധപ്പെട്ടിട്ട് ആരൊക്കെ പറയാൻ കഴിയുന്നതാണെങ്കിൽ പറയാം, ആരൊക്കെ ഡോക്ടറായിട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നു? കാരണം ഞാൻ ഈ പ്രചരിക്കുന്ന
ചർച്ചകളെ കുറിച്ച് ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ്, ഒരു ബോധ്യം വരുന്നതിന് വേണ്ടിയാണ് അത് ചോദിക്കുന്നത്. കാരണം ഒരുപാട് സോഷ്യൽ മീഡിയ പേജുകളിൽ ഡോക്ടർ പ്രതികരണങ്ങൾ ഇല്ല. ഞാൻ അധിക പേരെടുത്തപ്പോ എനിക്ക് തോന്നുന്നത് സ്ട്രീം ചെയ്ത് വന്നിട്ടുള്ള വീഡിയോസിലല്ലാതെ വേറെ ആർക്കും ഞാൻ അങ്ങനെ ആക്കിയിട്ടില്ല. പിന്നെ നോക്കൂ, ഞാൻ കുറെ പേരുകളൊക്കെ ഇതിനകത്ത് കേൾക്കുന്നുണ്ട്. അതൊക്കെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് നോക്കൂ. ഞാനൊരു സാധാരണ പെണ്ണാണ്. എനിക്കൊരു മകളുണ്ട്. ഞാനതിലൊക്കെ ആയിട്ട് എനിക്കൊരു പ്രശ്നം വന്നു, അതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചു. ഗതികേട് കൊണ്ട് സംസാരിച്ച്, അതല്ലാതെ ഇപ്പൊ നമ്മുടെ ജീവിതം ഇങ്ങനെ ഇട്ട് കൊടുക്കാനൊന്നും ആരും ആഗ്രഹിക്കില്ലല്ലോ. നമ്മളുടെ ആവശ്യം ഇപ്പം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഒരു ബന്ധത്തിലുണ്ടായിരുന്ന 2 പേർക്ക് 2 നീതി, അതുമായിട്ട് മുന്നോട്ട് പോകാനുള്ള എൻ്റെ മാനസികമായിട്ട് ഞാൻ റെഡിയല്ലായിക. അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ട് തുടരാൻ എനിക്ക് താല്പര്യമില്ലായിക. പിന്നെ എൻ്റെ സ്വർണങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അദ്ദേഹം അത് ഉപയോഗിച്ചിട്ടുണ്ട്. കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. അദ്ദേഹം അത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം വേണം എന്ന് പറഞ്ഞിട്ടാണ് ഞാനത് തുടങ്ങിയിട്ടുള്ളത്. അതിൽ ഫോക്കസ് ചെയ്ത് നിൽക്കില്ല നല്ലത്. സാറിന്റെ ക്വസ്റ്റ്യൻ ഞാൻ അതിനിടയ്ക്ക് വിട്ടുപോയി. എന്തായിരുന്നു ചോദിച്ചത്? അതായത് ഇപ്പൊ ഞാൻ ഒന്നുകൂടെ വ്യക്തമായിട്ട് ഞാൻ പറയാം. ഇപ്പം പ്രചരിക്കുന്ന ചില ചർച്ചകളുമായി ബന്ധപ്പെട്ടാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങൾ കാണുമ്പോൾ അവിടെ ഇടപെടാൻ താല്പര്യമുള്ള ചില പേരുകളുണ്ട്. ഒന്ന് സാർ, അതെ, അതിനെ കുറിച്ചിട്ട് ഇപ്പൊ അങ്ങനെ എടുത്തു പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അതൊക്കെ ഒരു എന്നെ അതായത് ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു, അപ്പൊ പിന്നെ എന്നെ പുറത്താക്കാന്നുള്ള ചിന്തയിലാണോ എന്ന് എനിക്ക് അറിയില്ല. ഒരിക്കലല്ല, ഞാൻ പറഞ്ഞു വരുന്നത് ആ രീതിയിലല്ല. ഇതൊരു ശരീഅത്തിന്റെ വിഷയമാണ്, ഇസ്ലാമിന്റെ വിഷയമാണ്. മൊത്തത്തിൽ ഇസ്ലാമിൽ ഇങ്ങനെയൊക്കെയാണ്. ഇപ്പൊ ഡോക്ടർ തന്നെ നേരത്തെ പറഞ്ഞു, ഖത്തറിലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞു ഇസ്ലാമിനെ ദിനം കണ്ട് നിൽക്കുന്ന ഒരാളാണ് ഡോക്ടർ എന്ന് പറഞ്ഞു. അവിടെ സ്ത്രീകളെ എങ്ങനെ ബഹുമാനിക്കുന്നു, എങ്ങനെ പരിഗണിക്കുന്നു എന്നതൊക്കെ സ്ഥിരമായിട്ട് കാണുന്നു എന്ന് പറഞ്ഞു. അപ്പൊ പ്രശ്നം ഇസ്ലാമിന്റേതല്ല, ചില വ്യക്തികളുടേതാണ്. ചില ആളുകള് അല്ലെങ്കിൽ കുറച്ച് ആളുകള് ഇതിനെ വളച്ചൊടിക്കുന്നു. അതിനവര് ചില കാരണങ്ങൾ കണ്ടെത്തുന്നു. അതും ഞാൻ സാർ പറയുന്നത് അഗ്രി ചെയ്യുന്നില്ല. കാരണം ഞാനിതിനെ കുറിച്ച് കുറച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തിയാണ്. എന്റെ മഹലിൽ ഇതൊക്കെ വളരെ അച്ചടക്കത്തിലാണ് നടക്കുന്നതെന്നാണ് മനസ്സിലാക്കിയത്. ചില വ്യക്തികളായിരിക്കില്ല, ചിലപ്പോ അതൊരു ചില നാടുകളിലെ രീതികളും കൂടെ ആയിരിക്കും. എന്തായാലും ആ രീതികളോട് ഒരിക്കലും നമുക്ക് യോജിക്കാൻ കഴിയില്ല. അത് പറയാനുള്ളത് നമ്മൾ തുറന്നു പറഞ്ഞേ മതിയാകൂ. പക്ഷെ ഇത്തരം ഒരു വിഷയം കിട്ടുന്ന സമയത്ത് ആരാണോ പ്രശ്നം അനുഭവിക്കുന്നത് അവരുടെ കൂടെയാണ് എന്ന് വരുത്തി തീർക്കും വിധം വിഷയത്തിൽ ഇടപെട്ട് അതിനെ വളച്ചൊടിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ ചർച്ചകളൊക്കെ ഇപ്പം അത് ഇസ്ലാമിനെതിരാണ് എന്നൊക്കെയുള്ള രീതിയിൽ ഉയർന്നു വരാനുണ്ടായ കാരണം. ഞാനിപ്പം സോഷ്യൽ മീഡിയയിൽ തന്നെ ഞാൻ കണ്ട ഒരു കാര്യമാണ് ആരിഫ് ഹുസൈൻ ഡോക്ടറായിട്ട് ബന്ധപ്പെട്ടു എന്ന്. ആരിഫ് ഹുസൈൻ എന്ന് പറഞ്ഞാൽ ഡോക്ടർക്ക് അറിയാമായിരിക്കും, എക്സ് മുസ്ലിമാണ്. അത് പലപ്പോഴും അദ്ദേഹം അത് സത്യമാണ്, അദ്ദേഹം ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം എക്സ് മുസ്ലിം ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. മാത്രമല്ല അദ്ദേഹം ബന്ധപ്പെട്ടതിന്റെ വിഷയം പറഞ്ഞപ്പം അവരത് ഇടപെടുന്നില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് എൻ്റെ അടുത്ത്. അത് ഡോക്ടർ ഒരു വിശ്വാസിയാണ്, അതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണോ അയാൾ പിന്മാറിയത്? സത്യത്തിൽ ഇദ്ദേഹം അങ്ങനെ ആണെന്ന് എനിക്ക് അപ്പം അറിയില്ലായിരുന്നു. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞതില്ല, ഞാൻ അതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്, നിങ്ങൾ പ്രശ്നങ്ങൾ വേറെ തരത്തിലോട്ട് പോകും എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ഇടപെടാതിരിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് ഈ പുള്ളി, അതായത് ആരിഫ് ഹുസൈൻ എന്ന് പറഞ്ഞ ആ വ്യക്തി ഇങ്ങനെയാണ് അതാണെന്ന് ഞാൻ അറിഞ്ഞത്. സാർ ഇതിലൊന്നും എന്നെ വെറുതെ ഞാൻ ചോദിച്ചു. അദ്ദേഹവും എൻ്റെ അടുത്ത് ഈ ഒരു വിഷയത്തിനകത്ത് ഇടപെടുന്നില്ല എന്ന് തന്നെയാ പറഞ്ഞത്. അത്ര അല്ല, അതിപ്പോ നമ്മൾ നുണ പറയാൻ പറ്റില്ലല്ലോ. ഇത് തന്നെ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പം കേസ് എവിടെ എത്തി നിൽക്കുന്നു? കേസുകളൊക്കെ അതിന്റെ രീതികളിൽ പോകുന്നുണ്ട്. ഫാമിലി കോടതിയിൽ കേസുകളുണ്ട്, ഇപ്പൊ മജിസ്ട്രേറ്റ് കോടതിയിൽ കേസുണ്ട്, ഹൈക്കോടതിയിൽ ചില കേസുകൾ കൺസിഡറേഷനിലുണ്ട്. ഞാനൊരു 6-5 വർഷത്തിലധികമായിട്ട് ഈ വക ഇഷ്യൂസിന് എല്ലാ 6 മാസക്കാലവും വന്നിട്ട് കേസ് നടത്തുന്ന ഒരു പാവം പ്രവാസിയാണ്. ഈ കേസുകൾ നടത്തി ഡോക്ടറുടെ ലക്ഷ്യത്തിലേക്ക് അല്ലെങ്കിൽ വിജയിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയുണ്ടോ? ഞാൻ ക്ഷീണിതയാണ് ഈ ഒരു പ്രോസസ്സിനകത്ത്. അതുകൊണ്ടാണ് നമ്മളിപ്പം എല്ലാവരും ഇടപെട്ട് ഇതൊന്നും എനിക്ക് ഒഴിവാക്കി തരൂ എന്നുള്ള രീതിക്ക് ഞാൻ ഇവരുടെ സഹായം ചോദിക്കുന്നത്. ഞാനിപ്പോ ഡോക്ടറെ നേരിട്ട് കാണണം എന്ന് ഉദ്ദേശിച്ചത് ഡോക്ടർക്ക് പിന്തുണ അറിയിക്കുന്നതിന് വേണ്ടിയാണ്. എല്ലാവിധ പിന്തുണയും അറിയിക്കുന്നതിന് വേണ്ടി. കാരണം ഡോക്ടർ ഉന്നയിക്കുന്ന വിഷയം അത് ജെന്യൂൻ ആണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കാണണമെന്ന് തീരുമാനിച്ചത്.
ഡോക്ടർക്ക് എന്താണ് പൊതു സമൂഹത്തോട് എന്താണ് പറയാനുള്ളത്? കാരണം പല രീതിയിലുള്ള ചർച്ചകളും വാർത്തകളും ഒക്കെ പ്രചരിക്കുമ്പോൾ ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്? അല്ല, എനിക്ക് ഒന്നാമത്തെ കാര്യം, എന്നെ നിങ്ങളൊരു മുസ്ലിം അല്ലാതെ ഒന്ന് ചിത്രീകരിക്കല്ലേ. രണ്ടാമത്തെ കാര്യം, ഞാൻ ഇസ്ലാമിനെ ബഹുമാനിക്കില്ല എന്നുള്ളത് വരുത്തി തീർക്കല്ലേ. നിങ്ങൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ അതൊക്കെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കോറായിട്ടുള്ള വിശ്വാസങ്ങളെയല്ലേ ചാലഞ്ച് ചെയ്യുന്നത്, വിച്ച് ഇസ് നോട്ട് റൈറ്റ്. അത് നിങ്ങളത് ചെയ്യല്ലേ. പിന്നെ എനിക്കൊരു പ്രശ്നമുണ്ട്, എൻ്റെ കൂടെ നിന്നിട്ട് എനിക്ക് അതിനൊത്തൊരു സൊല്യൂഷൻ ആക്കാൻ നിങ്ങളൊക്കെ ഒന്ന് എന്നെ സഹായിക്കൂ. ഇതിനകത്ത് ഇപ്പം ഇനിയും എന്നെ കോടതികൾ, എനിക്ക് നിയമവ്യവസ്ഥകളിലൊക്കെ ഫുൾ വിശ്വാസമുണ്ട്. അതില്ല എന്നൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ശരിയാകാം? ഞാനൊരു ഇന്ത്യയിൽ താമസിക്കുന്ന ഒരു മുസ്ലിമാണല്ലോ. കുറെ കാലങ്ങൾ, ഇപ്പം ഞാൻ എല്ലാ വർഷക്കാലമായിട്ട് എനിക്കൊരു സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതം വേണം. എൻ്റെ മോൾക്ക് ഇപ്പോൾ 10 വയസ്സായി. മോള് 4-5 വയസ്സുള്ളപ്പോൾ തുടങ്ങിയിട്ടുള്ള നിയമയുദ്ധമാണ്. എൻ്റെ മോള് ഈ കോടതികളിലും പോലീസ് സ്റ്റേഷനിലും പള്ളി കമ്മിറ്റികളിലും കയറി ഇറങ്ങി ജീവിക്കുന്ന ഒരു അവസ്ഥയിൽ ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതൊക്കെ റിസോൾവ് ചെയ്യാൻ പറ്റുന്ന ഇഷ്യൂസ് ആണ്. അപ്പൊ അതിനെ ചൊല്ലിയിട്ടൊക്കെയാണ് ഞാനിത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം വേറെ ജീവിതമായി മുന്നോട്ട് പോയി, എന്റെ സാധനങ്ങൾ ഒക്കെ തിരിച്ചു തന്നിട്ട് എന്നെ ജീവിക്കാൻ അനുവദിക്കും എന്നുള്ളതാണ് എനിക്കിപ്പോ പറയാനുള്ളത്. ഇപ്പൊ അഡീഷണൽ ആയിട്ട് ഒന്നുകൂടെ പറയാനുള്ളത്, നിങ്ങളെല്ലാവരും കൂടെ എന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കല്ലേ. ഡോക്ടർ ആയിഷ മുഹമ്മദാണ് എൻ്റെ കൂടെയുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കഴിഞ്ഞ ഒരാഴ്ചയിലധികമായിട്ട് ഡോക്ടറെ കുറിച്ചാണ് ചർച്ച. ഡോക്ടർക്ക് പറയാനുള്ള കാര്യങ്ങൾ ഡോക്ടർ ഇവിടെ പറഞ്ഞു. എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നടക്കുന്ന ചർച്ച കണ്ടാൽ നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയുക, പെട്ടെന്ന് തോന്നിപ്പോകുന്നത് ഡോക്ടർ ഒരു മുസ്ലിം വിരുദ്ധയാണ് എന്നാണ്. അതായത് ഈ ശരീഅത്ത് നിയമമാണ് എല്ലാത്തിനും കാരണം എന്നൊക്കെ ചില ആളുകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട്. അത് ഡോക്ടർ പറഞ്ഞതായിട്ടാണ് ചില ആളുകൾ പ്രചരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ അത്തരത്തിലൊരിക്കലും ഡോക്ടർ പറഞ്ഞിട്ടില്ല. ഡോക്ടർ ഒരു വിശ്വാസിയാണ്, ഒരു മുസ്ലിമാണ്. ഡോക്ടറെ ആരും മുസ്ലിം വിരുദ്ധയാക്കരുത്, ഇതിൽ നിന്ന് പുറത്താക്കരുത് എന്നാണ് ഡോക്ടർ പറയുന്നത്. അതുപോലെ തന്നെ ഡോക്ടർ ഉയർത്തിയ വിഷയം അത് ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ടുള്ളൊരു വിഷയമാണ്. അത്തരത്തിൽ ഇരകളായിട്ടുള്ള ഒരുപാട് ആളുകൾ സമുദായത്തിലും അതുപോലെ തന്നെ സമൂഹത്തിനകത്തുമൊക്കെയുണ്ട്. അവർക്ക് വേണ്ടി ശബ്ദിക്കണം, ഡോക്ടറോടൊപ്പം നിൽക്കണം, ഡോക്ടറെ പിന്തുണയ്ക്കണം എന്നാണ് ഡോക്ടർക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എന്തായാലും ഡോക്ടർ പറഞ്ഞ കാര്യം എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത്? എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഇപ്പോ ഇതിനകത്തൊക്കെ ഇൻവോൾവ് ആകുന്നത് ചിലപ്പോ ഇനിയിപ്പോ അങ്ങനത്തെ ഒരു ചിന്താഗതിമേലാണെന്ന് അറിയില്ല. എൻ്റെ അടുത്തേക്ക് വരുന്ന പല കോണ്ടാക്ട്സുകളും അതിലൊന്നും ഞാൻ എന്താക്കിയില്ല. ഇപ്പൊ നോക്കുന്ന, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ചോദിക്കുന്നുണ്ട് ഇതിനകത്ത് എന്താ ശരിയായ വഴി എന്ന് പറഞ്ഞിട്ട്. എനിക്ക് തോന്നിയിട്ടില്ല ഒരു മതത്തിലുള്ള ആരെങ്കിലും അങ്ങനത്തെ ഒരു, ഞാനിപ്പോ നമ്മുടെ ഷിഹാബ് തങ്ങളുടെ ഫാമിലി ഉണ്ടല്ലോ മുനവറിൽ, അദ്ദേഹത്തിന് തങ്ങളെയൊക്കെ ഞാൻ കാണാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് അങ്ങനത്തെ ഒരു കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഏരിയയിൽ നിന്നുള്ള ഒരു സഹായമാണെന്ന് തോന്നുന്നു എനിക്ക് കുറച്ചും കൂടെ ഉപകാരപ്പെടുക. അങ്ങനത്തെ ആൾക്കാരുകളിലേക്ക് എനിക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല. ചിലപ്പോ എന്നെ ചിത്രീകരിച്ചു വെച്ചിരിക്കുന്നത് ഈ ഒരു രീതിയിലായിട്ടായിരിക്കും. അതല്ലെങ്കിൽ ഞാൻ ശബ്ദം ഉയർത്തിയതാണെന്നുണ്ടെങ്കിൽ ഞാൻ ഗതികേട് കൊണ്ട് ശബ്ദം ഉയർത്തിയ ഒരു പെണ്ണാണ്. അതായത് ഡോക്ടർ പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണും. ഡോക്ടർക്ക് മതരംഗത്ത് പ്രവർത്തിക്കുന്ന, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെയൊക്കെ കാണണമെന്നുണ്ട്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ, മുനവർ അലി ശിഹാബ് തങ്ങൾ തുടങ്ങിയ ആളുകൾ, അതുപോലെ തന്നെ സമസ്തയുടെ ഒക്കെ നേതാക്കന്മാരുണ്ട്. ഒരിക്കലും ഡോക്ടർ മതത്തിനോ ശരീഅത്ത് നിയമത്തിനോ ഒന്നും എതിരില്ല, അതിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ചില ആളുകൾ അങ്ങനെ വരുത്തി തീർക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആരിഫ് ഹുസൈനെ പോലുള്ള ആളുകളൊക്കെ ഡോക്ടറെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഓക്കെ, ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല, ഉള്ള കാര്യമാണ്, അത് ഡോക്ടർ പറഞ്ഞതാണ്. എന്തായാലും ആ ഒരു വിഷയം ഇവിടെ ചർച്ചയാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും ഡോക്ടർ ഉന്നയിച്ച വിഷയം അത് ജെനുവിനാണ് എന്ന് തന്നെയാണ് ഡോക്ടറുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിനൊരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടി തന്നെയാണ് ഡോക്ടറെ ഞാൻ നേരിട്ട് കണ്ടത്. എന്തായാലും ഡോക്ടർക്ക് എല്ലാവിധ പിന്തുണയും ഉണ്ടായിരിക്കും. ഡോക്ടർക്ക് വിജയിക്കാനാകട്ടെ. പ്രാർത്ഥിക്കൂ. അല്ലല്ലേ, പിന്നെ ഓക്കെ.